നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വേണ്ട പ്രതാപ, അവളുടെ ഒരു സംശയമല്ലേ? മറുപടി പറയാതെ നമ്മൾ ഉടക്കാൻ നിന്ന ഇവളെല്ലാവരോടും പറയാൻ പോകുന്ന കഥ വേറെ ആയിരിക്കും. ഈ മരുന്ന് എന്തിനാ കുത്തിവെക്കുന്നതെന്നല്ലേ നിന്റെ ചോദ്യം? ഡോക്ടറുടെ നമ്പറാ, കോൾ ചെയ്ത് നീ തന്നെ ഡോക്ടറോട് ചോദിക്ക് എന്തിനാ മരുന്ന് കുത്തിവെക്കാൻ പറഞ്ഞതെന്ന്. ഡോക്ടർ നിന്നോട് പറഞ്ഞാ നിനക്ക് മനസ്സിലാവുമല്ലോ. കാരണം അയാളെക്കാളും വലിയ ഡോക്ടറല്ലേ നീ. ദാടി വിളിച്ച് സംസാരിക്ക. ഹോം നഴ്സ് ചാർജ് എടുത്ത ആദ്യം പേഷ്യന്റിനെ പരിശോധിക്കുന്ന ഡോക്ടറെ വിളിച്ച് ട്രീറ്റ്മെന്റിന്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കും. ഗോപിയേട്ടനെ പരിശോധിക്കുന്ന ഡോക്ടറെ വിളിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു കൊടുത്ത മരുന്നാണ് അത്. ഇപ്പൊ നിനക്ക് മനസ്സിലായോ? 20,350 രൂപയുടെ ഇഞ്ചക്ഷൻ അത്. നിന്റെ നെകളിപ്പ് കാരണം ആ കാശ് പോയി കിട്ടി. ആ കാശ് നിന്റെ ശമ്പളത്തിൽ നിന്ന് ഞങ്ങൾ പിടിക്കും. എന്താടി നോക്കി നിൽക്കുന്നത്? ഇറങ്ങി പോടി. പോരല്ലേ പറഞ്ഞത്? ഇല്ല, ഞാൻ പോവില്ല. ഒന്നുകിൽ ഇയാൾ ഇവിടുന്ന് പോണം, അല്ലെങ്കിൽ വിശാൽ സാർ ഇവിടെ വരണം. എന്നിട്ട് തീരുമാനിക്കാം ഞാൻ പോണോ വേണ്ടോന്നൊക്കെ. ചേച്ചി പറഞ്ഞ നിനക്ക് അനുസരിക്കാൻ പറ്റില്ല അല്ലേ? അത്രയ്ക്ക് ധിക്കാരായോ നിനക്ക്? ധിക്കാരമല്ല ഇത്, അധികാരം. ഈ കുടുംബത്തിൽ എന്ത് നടക്കണം എന്ത് നടക്കണ്ട എന്ന് തീരുമാനിക്കാനുള്ള അധികാരം. ആ അധികാരം ഉപയോഗിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇയാളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടില്ലെങ്കിൽ ഇവിടെ നടക്കാൻ പോകുന്ന കഥയെ വേറെയാവും. ഇനി ഇവിടെ നിൽക്കുന്നത് അത്ര പന്തിയല്ല, മുങ്ങുന്നതാണ് ബുദ്ധി. മാഡം, ഇപ്പൊ കാര്യങ്ങളൊക്കെ ഏകദേശം എനിക്ക് മനസ്സിലായി. ഇത്രയും അധികാരമുള്ള ഒരാൾ ഈ വീട്ടിലുള്ളപ്പോ അവർ പറയുന്നത് അനുസരിക്കുന്നതാണ് ശരി. അതുകൊണ്ട് ഞാൻ ഇറങ്ങുന്നു മാഡം. ഇതിന് നീ അനുഭവിക്കും. പറയുന്നതേ ഈ പ്രഭാവതിയാ. ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഇതിൽ കൂടുതൽ ഇനി എന്തനുഭവിക്കാനാ? പ്രതാപ വാ. അച്ഛൻ വിഷമിക്കണ്ട, അച്ഛന്റെ ജീവന് കാവലായി ഞാൻ ഉണ്ടാവും. ഇതൊന്നും ഓർത്ത് മനസ്സ് കൂടുതൽ വിഷമിപ്പിക്കല്ലേ. അയ്യോ, ഞാൻ മറന്നുപോയി. അച്ഛനെ മരുന്നെടുത്ത് തരാൻ വേണ്ടിയാ ഞാൻ വന്നത്. വെള്ളം കുടിക്കാൻ. അച്ഛൻ ഉറങ്ങിക്കോ. ഹലോ. ഹലോ ഏട്ടാ, ഇത് ഞാനാ. ഞാനോ? ഞാനെന്ന് പറഞ്ഞ? അതെ ഏട്ടാ, ഞാൻ തന്നെയാ. ഫോൺ വിളിക്കുന്ന ആള് പേര് പറഞ്ഞിട്ട് വേണം സംസാരിക്കാൻ തുടങ്ങാൻ. ഞാനാ, പല്ലവിയാ. പാർവതി ചേച്ചിയുടെ. ഓ, പല്ലവി.
എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടുത്തെ വിശേഷങ്ങൾ കൊറേ പറയാനുണ്ട് ഏട്ടാ. ചേച്ചി എവിടെ? ചേച്ചിക്കൊന്ന് ഫോൺ കൊടുക്കാവോ? പാർവതി. പാർവതി പല്ലവിയാ ഫോണില്. പല്ലവിയോ? സംസാരിക്കും. ഹലോ പല്ലവി. നിനക്കിപ്പ എന്നൊന്നും വേണ്ടല്ലോ. വലിയ കാശുകാരിയല്ലേ? ഞങ്ങളൊക്കെ പാവങ്ങളും. ഇടയ്ക്ക് ഇങ്ങോട്ടേക്കൊന്ന് വരുന്നത് കൊണ്ട് നിന്റെ വില കൂടിയ ചെരുപ്പ് തേഞ്ഞു പോവോ? എനിക്ക് അത്രയും ദൂരമൊന്നും ഒറ്റയ്ക്ക് വരാൻ പറ്റില്ലല്ലോ മോളെ. ഏത് ബസ്സിൽ കയറണമെന്ന് പോലും അറിയില്ല. പിന്നെ ഞാൻ എങ്ങനെ വരിക? ബസ്സിൽ കയറി വരാനോ? കോടീശ്വരന്റെ ഭാര്യ ബസ്സിലൊക്കെ കയറി വരുവോ? വിശാലേട്ടനോട് പറഞ്ഞ വിശാലേട്ടൻ ഇവിടെ കാറി കൊണ്ടുവിടില്ലേ? ഞാൻ പറഞ്ഞ എന്നെ അവിടെ കൊണ്ട് വിടുകയൊക്കെ ചെയ്യും. പക്ഷേ വലിയ തിരക്കുള്ള ആളല്ലേടി. ഞാൻ ബുദ്ധിമുട്ടിക്കാൻ പാടുണ്ടോ? സ്വന്തം ഭർത്താവല്ലേ? അതൊക്കെ വിട്. അമ്മയും മുത്തശ്ശനൊക്കെ എന്ത് പറയുന്നു? അത് പറയാൻ തന്നെ ഞാൻ വിളിച്ചത്. മുത്തശ്ശന് ഒട്ടും വയ്യടി. മുത്തശ്ശൻ എന്തു പറ്റി? പല പല സൂക്കേടുകളാ. ഡോക്ടറെ കാണിച്ച് മരുന്നൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പക്ഷെ മരുന്ന് കഴിക്കാൻ സമയം കിട്ടണ്ടേ? ഉത്സവത്തിന്റെ തിരക്കല്ലേ? അങ്ങനെ സൂക്കേട് അധികമായി. അയ്യോ, ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. ചേച്ചിയെ ഫോൺ വിളിച്ചറിയിക്കാൻ എന്റെ കയ്യില് ഫോൺ വേണ്ടേ? അമ്മയോട് പറഞ്ഞ വാങ്ങി തരത്തൂല്ല. എന്റെ കയ്യിലൊരു ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ ചേച്ചിക്ക് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കായിരുന്നല്ലോ. ചേച്ചിക്ക് എന്റെ കൂട്ടുകാരി സുരഭിയെ അറിയില്ലേ? അവളുടെ ഫോണിൽ നിന്നാ ഞാനീ വിളിക്കുന്നേ. 100 വട്ടം കെഞ്ചിട്ടാ അവള് ഫോൺ വിളിക്കാൻ തരിക. സ്വന്തമായിട്ടൊരു ഫോൺ ഉണ്ടെങ്കിൽ ഇങ്ങനെ മറ്റുള്ളവരുടെ കാല് പിടിക്കേണ്ടി വരുവോ? നീ എന്തൊക്കെയാ പറഞ്ഞത്? പയറുപോലെ ചാടി ചാടി നടക്കുന്ന തിരുമേനിക്ക് അസുഖമാണെന്നോ? ഞാൻ നിനക്ക് ഫോൺ തരില്ലെന്നോ? അങ്ങനെയൊക്കെ പറഞ്ഞാലല്ലേ ചേച്ചി എനിക്കൊരു ഫോൺ വാങ്ങി തരത്തുള്ളൂ. ഹോം നേഴ്സ് വന്ന കാര്യം വിശാൽ സാറിനെ അറിയിക്കണോ? വേണ്ട, പിന്നീടാവാം. നീ എന്താ ആലോചിക്കുന്നേ? പല്ലവി എന്താ പറഞ്ഞേ? മുത്തശ്ശന് ഒട്ടും വയ്യാന്ന്. ഉത്സവ സമയം ആയതുകൊണ്ട് ജോലി കൂടുതൽ ഉണ്ടാവും. തനിക്ക് അവിടെ പോണമെന്നുണ്ടോ? പോകാം. ആദ്യം അച്ഛനൊന്ന് എഴുന്നേറ്റ് നടക്കട്ടെ, എന്നിട്ടാവാം മറ്റു കാര്യങ്ങള്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.